നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും ആസ്ട്രോ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. ആസ്ട്രോ മീഡിയ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സ്ഥിരം പ്രേക്ഷകരും പുതിയ പ്രേക്ഷകരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം ചാനൽ തുടർന്ന് കാണാം. 430ഓളം എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള വീഡിയോകളാണ്. അധികം ശാസ്ത്ര ചർച്ചകളാണ് നമ്മൾ ചെയ്തു വരാറ്. ഇന്നിപ്പോൾ ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന് ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യം ഒന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നാൽ നന്നായി എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി എന്നെ ഇങ്ങനെ വിളിക്കണോ. അപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പം പറഞ്ഞു കർക്കിടക മാസമൊക്കെ കഴിയാറായി തുടങ്ങി, ഇനി എന്താ അല്ലാതെ എന്നും ആവശ്യമുള്ളതല്ലേ, ഒന്ന് പറഞ്ഞു തരൂ. പിന്നെ നിങ്ങൾക്ക് ഗണപതി വളരെ പ്രധാനമാണല്ലോ, കളരിയിൽ ഗണപതിയല്ലേ, അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യം ഒന്ന് വിശദാക്കി തന്നാൽ നന്നായി എന്ന് പറയുണ്ടായി. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ ആധാരമായിട്ട് ഉള്ള കാര്യം. അപ്പോൾ ഈ ഗണപതി ഹോമം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു വീട്, ഗൃഹപ്രവേശനം, ഒരു പുതിയ സ്ഥാപനം തുടങ്ങുകയാണ്, അങ്ങനെ വേണ്ട സർവ്വ ശുഭകർമ്മങ്ങൾക്കും ഹിന്ദു ആചാരപ്രകാരം ഒരു ഗണപതി പൂജയെങ്കിലും, ഗണപതി ഹോമം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പൂജയെങ്കിലും നമ്മൾ ചെയ്യൽ പതിവുണ്ട്. അത് നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ. വിഘ്നങ്ങൾ അകറ്റാനും ഭയങ്ങൾ അകറ്റാനും ഭഗവാൻ തുണയായിട്ടുണ്ട് എന്നാണ്. സർവ്വ ഈശ്വരന്മാരും വിഘ്ന നിവാരണത്തിന് വേണ്ടിയിട്ട് ഗണപതി ഹോമം നടത്താറുണ്ടത്രേ. അവരുടെ ആചാരപ്രകാരം ചെയ്യുന്നുണ്ടാവും. മനുഷ്യന്മാർ നമ്മളെ ആചാരപ്രകാരം ചെയ്യുക, നമ്മുടെ പൂർവികന്മാർ കാണിച്ചെന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ അഖിലവിധ വിഘ്നങ്ങളും നശിക്കുകയും വിഘ്നങ്ങൾ തീരുകയും മോക്ഷത്തിന് ഏറ്റവും ശ്രേഷ്ഠവുമാണ് ഗണപതി ഹോമം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ പ്രത്യേക ഫലസിദ്ധിക്കായിട്ട് ഈ ഗണപതി ഹോമത്തിൽ തന്നെ നമ്മൾ വിവിധ മന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ മന്ത്രങ്ങളും ഹോമദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഗണപതി ഹോമം നടത്തുക. അതിലിപ്പോൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വളരെ പ്രധാനമാണ്. അവില്, മലര്, ശർക്കര, കദളിപ്പഴം, കൊട്ടത്തേങ്ങ, തേന്, എള്ള്, കൽക്കണ്ടം, മുന്തിരി, കരിമ്പ്, ഇങ്ങനെ 8 ഇതിലേതെങ്കിലും 8 ദ്രവ്യങ്ങൾ നമ്മൾ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ്. ഗണപതി നാരങ്ങ വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ അനവധി ദ്രവ്യങ്ങളുണ്ടെങ്കിൽ അതിൽ 8 ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ചേർത്തിട്ട് വ്യക്തിയുടെ നക്ഷത്രവും പേരും പറഞ്ഞ് ജപിക്കുക. അത് വിവിധ മന്ത്രങ്ങൾ ജപിക്കാം. ഗണപതി ഭഗവാനെ പത്മത്തിലേക്കും പീഠത്തിലേക്കും ആവാഹിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ പറഞ്ഞാൽ ഓരോ ഉദ്ദിഷ്ട കാര്യങ്ങളും പ്രാർത്ഥിച്ച് നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഗണപതി ഹോമം ചെയ്യാം. ഇപ്പോൾ ഐശ്വര്യമാണ് ഒരു വീട്ടിൽ, ഐശ്വര്യം നിറഞ്ഞു നിൽക്കണം അല്ലേ, ശ്രീ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കറുക ഗണപതിക്ക് വളരെ പ്രധാനമാണ് അല്ലേ. അപ്പോൾ ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ കറുകനാമ്പ് 3 വീതം കൂട്ടിയിട്ട് ത്രിമധുരത്തിൽ മുക്കിയിട്ട്, അല്ലെങ്കിൽ ത്രിമധുരം കൂട്ടിയിട്ട് നമ്മൾ 144 എണ്ണം നമ്മൾ ഹോമിക്കലുണ്ട്. അപ്പോൾ അത് ഐശ്വര്യദായകമാണ്, അത് വളരെ പ്രധാനമാണ്. ആകർഷണ ശക്തി വേണമെങ്കിലോ, ഇപ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കേണ്ട തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, തെച്ചിപ്പൂവും മുക്കുറ്റിയും ത്രിമധുരത്തിൽ മുക്കിയിട്ട് ഹോമിക്കണം. അത് അശ്വാരൂഢ മന്ത്രം കൊണ്ടും ത്രയംബക മന്ത്രം കൊണ്ട് അത് ചെയ്യാറുണ്ട്. ത്രയംബക മന്ത്രം കൊണ്ട് കറുകയാണ് ഹോമിക്കൽ, അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റി ഹോമിക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ വിവിധ ഉദ്ദേശങ്ങളാണ്, രഹസ്യോപദേശങ്ങളും കൂടിയിട്ടാണ്. ആ മന്ത്രം സ്വായത്തമാക്കണം, മന്ത്രസിദ്ധി വന്ന ആൾക്കാരായിരിക്കണം അത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പുസ്തകത്തിലൊന്നും നോക്കിയിട്ട് ജപിച്ചുകൊണ്ടെന്നാവില്ല, അത് ഗുരുപദേശപ്രകാരം ഈ മന്ത്രോപദേശം കിട്ടിയ വ്യക്തി. അപ്പോൾ ഗണപതി സേവ അതിന് വളരെ പ്രധാനമാണ്. അപ്പം നമ്മളത് കളരിയിലൊക്കെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ വരുമ്പോൾ സ്ഥിരം ചെയ്തു കൊടുക്കുന്നതാണ്. കുട്ടിക്കാലം മുതൽക്കേ നമ്മളിതൊക്കെ കണ്ടു വളരുന്നത് കൊണ്ടാണ് അത് നിങ്ങളോട് ഇത്ര ധൈര്യമായിട്ട് പറയണത്. അപ്പോൾ ഈ ആകർഷണം വേണ്ട തൊഴിലുകളെന്ന് പറയുമ്പോൾ രാഷ്ട്രീയം, സിനിമ, കല, സാഹിത്യം, ഇതൊക്കെ ആകർഷണം വേണ്ട തൊഴിലുകളാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ആൾക്കാർക്ക് ഈ മന്ത്രം കൊണ്ട് നമ്മളെന്ത് ചെയ്യാം, എന്തൊക്കെയാണോ ദ്രവ്യം ആ ദ്രവ്യത്തിൽ ത്രിമധുരം കൂട്ടിയിട്ട് നമുക്ക് ഹോമിക്കാം കേട്ടോ. അപ്പോൾ തെച്ചിപ്പൂവ് എന്ന് പറയുമ്പോൾ ആ തെച്ചിപ്പൂവിൻ്റെ ഉള്ളിലത്തെ ആരൊക്കെ കളഞ്ഞ നാടൻ തെച്ചിപ്പൂവാണ് അതിന് ഉപയോഗിക്കുക. നമ്മൾ കുളത്തിൻ്റെ വക്കിലോ
തോടിൻ്റെ വക്കിലൊക്കെ ഈ നാടൻ തെച്ചി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് നമ്മളതിനെ ഉപയോഗിക്കാറ്. ത്രിമധുരം കൂട്ടിയിട്ട് ഹോമിക്കാം. അതിന് അശ്വാരൂഢ മന്ത്രം, മുക്കുറ്റി വളരെ ആകർഷണ ശക്തിയുള്ളൊരു സാധനമാണ് മുക്കുറ്റി. അപ്പോൾ അത് മുക്കുറ്റി എത്ര സംഖ്യ വേണമെങ്കിലും ആവാം. നമുക്ക് 144, 108, 336, അധികം വേണമെങ്കിൽ 1008, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആവശ്യക്കാരൻ്റെ സ്ഥിതിക്ക് അനുസരിച്ച് ചെയ്യാം. നമുക്കപ്പോൾ ഭൂമി ലാഭം വേണം, ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഭൂമി നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മളൊരു ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ഭൂമി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിലോ താമരമൊട്ട് വെണ്ണയിൽ മുക്കിയിട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ അതെത്ര സംഖ്യയാണെന്നൊക്കെ ഉള്ളത് ഗുരുപദേശമാണ്, രഹസ്യോപദേശം ആയതുകൊണ്ടാണ് അത്ര സംഖ്യ എന്നുള്ളത് പറയാത്തത്. അത് എല്ലാതും അങ്ങനെ പബ്ലിക്കാക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഭൂമി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഭൂമിയാണ്, അത് വാങ്ങിയാൽ തിരക്കടില്ല. ആ ഭൂമി കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദിഷ്ടകാര്യം പ്രാർത്ഥിച്ചിട്ട് താമരമൊട്ട് വെണ്ണ പുരട്ടിയിട്ട് ഹോമിക്കാം. അതേപോലെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റാൻ അതിൻ്റെ തടസ്സങ്ങളുണ്ടെങ്കിൽ, എന്ത് കാര്യം വിചാരിച്ചാലും മുടക്കുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് മോദകം ഹോമിച്ചാൽ മതി. മോദകം ഉണ്ടാക്കുക. ഗണപതിക്ക് മോദകം പ്രധാനമാണ്. ആ മോദകം ഉണ്ടാക്കിയിട്ട് ഗണപതിക്ക് ഉദ്ദിഷ്ടകാര്യം പ്രാർത്ഥിച്ചിട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ അത് 7 ദിവസം ചെയ്യാം, 21 ദിവസം ചെയ്യാം, 41 ദിവസം ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉദ്ദിഷ്ടകാര്യം നിറവേറും എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. അതേപോലെ തന്നെ ആയുരാരോഗ്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിനും ഗണപതി ഹോമം ചെയ്യാം. മൃത്യുഞ്ജയ ഹോമം മാത്രമല്ല, അതിന് രൂപഹന്തി സൂക്തം എന്ന് പറഞ്ഞിട്ട് ഒരു സൂക്തമുണ്ട്. അതേപോലെ തന്നെ ഗായത്രി, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ രൂപഹന്തി സൂക്തം കൊണ്ടും ഗായത്രി മന്ത്രം കൊണ്ടും ഹവിസ് ഉണ്ടാക്കി ഹോമിച്ചു കഴിഞ്ഞാൽ എത്ര സംഖ്യ എന്നുള്ളത് ഇഷ്ടാനുസരണ ചെയ്യാവുന്നതാണ്. 108 ആവാം, നേരത്തെ പറഞ്ഞാൽ 144 ആവാം, 336 ആവാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആയുരാരോഗ്യ സിദ്ധി നമുക്ക് ഉണ്ടാവുമെന്ന് പറയാം. എന്നും നിത്യയൗവനം ഉണ്ടാവണമെങ്കിലൊക്കെ അത് ചെയ്താൽ മതിയാവും. മനുഷ്യന് പ്രായമാവും, അത് ചെയ്താൽ മരിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്ക് ഒരു പ്രത്യേക ചൈതന്യം നമ്മളിൽ ഉണ്ടാവും. വിവാഹം നടക്കാത്ത ആളുകൾക്ക് ചുവന്ന തെച്ചിപ്പൂവ്, അതിൻ്റെ ഉള്ളിലത്തെ ആ നാളം എന്ന് വെച്ചാൽ അതിൻ്റെ ആരെന്ന് പറയും, അത് കളഞ്ഞ് നെയ്യിൽ മുക്കിയിട്ട് സ്വയംവര മന്ത്രം കൊണ്ട് 108 ഹോമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 336 7 ദിവസം ഹോമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 14 ദിവസം 21 ദിവസമൊക്കെ ഹോമിച്ചു കഴിഞ്ഞാൽ വളരെ നടക്കാൻ പ്രയാസമുള്ള വിവാഹം നടക്കും. നമുക്കത് കളരിയിൽ പ്രാധാന്യമുള്ളതാണ്. കാരണം കളരിയിൽ ഗണപതി വളരെ പ്രധാനമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ ഗണപതി അവിടെ ഈ മംഗല്യ വിഷയവുമായിട്ട് ഭഗവാന് നിലവിളക്കും, അതേപോലെ തന്നെ അവിടെ പ്രധാന കേട്ടോ അത് പൂർവാചാരത്തിലുള്ളത് കൊണ്ടാണ് നിലവിളക്കും നെയ്യും സമർപ്പിക്കലും. അതേപോലെ തന്നെ തെച്ചിപ്പൂവ് മംഗല്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നാളം കളഞ്ഞിട്ട് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രം കൊണ്ട് പൂജിക്കലുണ്ട്. പൂജിക്കൽ വെച്ചാൽ ഗണപതി ഹോമം നടത്തലുണ്ട്. വിവാഹം ശീഘ്രഗതിയിൽ നടക്കുന്നു എന്നുള്ളത് അന്നും ഇന്നും കണ്ടുവരുന്ന ഒരു അത്ഭുതമായിട്ട് നമ്മൾ കാണാറ്. അത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ നന്നായി കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കുറേ പ്രായമൊക്കെ ആയി, ഒരിക്കലും നടക്കാൻ പ്രയാസമാണ്, വിവാഹം നടക്കണില്ല എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അത് അനുഭവമാണെന്ന് സാരം. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾ, അപ്പോൾ സന്താന ഗോപാല മന്ത്രം കൊണ്ട് പാൽപ്പായസം ഹോമിക്കാം ഗണപതിക്ക്. കണ്ടോ, അപ്പോൾ അത് വിഷ്ണുവിൻ്റെ മാത്രമല്ല എന്ന് വന്നു. ഗണപതിക്ക് പാൽപ്പായസം കൊണ്ട് സന്താന ഗോപാല മന്ത്രം മൂർത്തിനെ കൂടി പ്രാർത്ഥിച്ചിട്ട് ചെയ്താൽ നന്നായിരിക്കും. സർവാഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ട് ഐക്യമത്യ സൂക്തം, അതായത് ഇപ്പോൾ ഗൃഹത്തിൽ നമ്മൾ എന്നും കലഹങ്ങളുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ കലഹങ്ങളുണ്ട്, കുടുംബാദികൾ തമ്മിൽ കലഹങ്ങളുണ്ട്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യൽ വെച്ചാൽ ഗായത്രി മന്ത്രം, ഐക്യമത്യ സൂക്തം ഇതൊക്കെ കൂടിയിട്ട് ജപിച്ചിട്ട് എന്ത് ചെയ്യാം, ഗണപതിക്ക് ഹോമിക്കാം. ഇഷ്ടാനുസരണ നമുക്ക് ചെയ്യാം. അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ട് 21 ദിവസം ചെയ്യാം, 44 ദിവസം ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ കഴിവിനനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് എന്നാണ്. ഒക്കെ അനുഭവസിദ്ധിയുള്ള കാര്യങ്ങളാണ്. അതേപോലെ പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ പിതൃദോഷം കണ്ടു, നമ്മൾ തിലഹോമമാണ് സാധാരണ പിതൃദോഷ ശാന്തിക്കായിട്ട് ചെയ്യൽ. എന്നിരുന്നാൽ എള്ളും അരിയും കൂടി ചേർത്തിട്ട് അനാദിമന്ത്രം എന്നൊരു മന്ത്രമുണ്ട്, അനാദിമന്ത്രം കൊണ്ട് ഹോമം നടത്തുക ഗണപതിക്ക്. അപ്പോൾ എന്തുണ്ടാവും, പിതൃക്കൾ അനുഗ്രഹിക്കും എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിതൃപ്രീതി ഉണ്ട് വെച്ചാൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും സന്താനം, അതേപോലെ തന്നെ രോഗദുരിതശാന്തി,
ധനലാഭം പോലെയുള്ള കാര്യങ്ങൾ പിതൃക്കൾ അനുഗ്രഹിച്ചാൽ നമുക്കുണ്ടാവും. കലഹങ്ങൾ ശമിക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വേർപിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ യോജിപ്പിക്കുന്നതിനാണ് അത് അധികം ചെയ്യൽ കേട്ടോ. കലഹശമനം എന്ന് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അപ്പോൾ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനൊക്കെ കൂടിയിട്ട് കൊട്ടത്തേങ്ങ 16 എണ്ണം, അത് 16 പലം ശർക്കരയും 32 കദളിപ്പഴവും കൂടിയിട്ട് എന്ത് ചെയ്യും, നെയ്യും തേനൊക്കെ ചേർത്തിട്ട് ഹോമിക്കാം. അത് സംവാദ സൂക്തം കൊണ്ടാണ് ഹോമിക്കൽ പതിവ്. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഭാര്യ തല്ലൂടിപ്പോയി, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയുള്ള കേസുകൾക്ക് വളരെ 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 എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കലഹം അത് ശമിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അത് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ടി വരും. അത് എല്ലാ മാസവും ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും അത് ചെയ്യാവുന്നതാണ്. അത് എല്ലാ ദിവസവും ഗണപതി ഹോമം ചെയ്യാം, പക്ഷേ വെള്ളിയാഴ്ച വളരെ വിശേഷമാണ്. അങ്ങനെ അടുപ്പിച്ച് 7 വെള്ളിയാഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ 21 വെള്ളിയാഴ്ച ചെയ്യുകയോ അടുപ്പിച്ച് എല്ലാ മാസവും കാര്യം സാധിക്കുന്നു വരികയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഭാര്യാഭർത്താക്കന്മാരുടെ തല്ലൂട്ടൊക്കെ ഒരുപാട് പല സ്ഥലങ്ങളിലും സ്വൈരം സമാധാനമില്ലാത്ത രീതിയിൽ കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. സംവാദ സൂക്തം കൊണ്ടോ ഐക്യമത്യ സൂക്തം കൊണ്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അത് 16 കൊട്ടത്തേങ്ങ നിർബന്ധമാണ് അതിൽ 16 പലം ശർക്കരയും ചേർത്ത് കദളിപ്പഴവും, അതേപോലെ തന്നെ നാഴി തേനാണ് അതിൻ്റെ കണക്ക് കിട്ടും, നല്ല തേനാണ് വേണ്ടത്. അതേപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള നെയ്യ്, ഇതൊക്കെ കൂടിയിട്ടാണ് അത്. അതിന് പ്രത്യേക രീതിയിൽ അത് ഹവിസ് തയ്യാറാക്കും, ഹോമദ്രവ്യം നമ്മൾ തയ്യാറാക്കിയിട്ടാണ് അത് ചെയ്യാം. അതേപോലെ തന്നെ വിഘ്ന നിവാരണത്തിന് വേണ്ടിയിട്ട് ചെങ്കണപതി മന്ത്രം എന്ന് പറയും. ചെങ്കണപതി ഒരു ഗണപതിയുണ്ട്, 32 തരം ഗണപതിയുണ്ട്. അതിൽ ചെങ്കണപതി മന്ത്രം കൊണ്ട് ഉപയോഗിച്ച് പഞ്ചാമൃതം ഹോമിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളും ഒഴിയുന്നുള്ളതിന് വളരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ധാരാളമുണ്ട്. അതേപോലെ തന്നെ സകലജന വശ്യത്തിനും നമ്മൾ ഗണപതി മന്ത്രം ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗണപതി ഹോമം നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ പ്രത്യേക രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നത്, കഴിക്കാൻ നല്ല രുചിയുള്ളൊരു സാധനമാണ്. നമ്മൾ നാളികേരം ചിരകിയത്, ശർക്കര, കദളിപ്പഴം, തേന്, ഇവ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 48 ദിവസം തുടർച്ചയായിട്ട് ഹോമിക്കണം. അതിൽ യാതൊരു മുടക്കുണ്ടാവില്ല. 48 ദിവസം അത് ചെയ്യണം. അപ്പോൾ അത് എത്ര കഠിനമായിട്ടുള്ള പ്രതിബന്ധങ്ങളും ആണെങ്കിലും ശരി, അതിന് വളരെ ഉത്തമമാണ്. ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട്, പ്രതിബന്ധമാണ്, നമ്മളെ ഭാഗത്ത് വിജയിക്കില്ല, വിവാഹം തീരെ നടക്കണില്ല, ഒരിക്കലും നടക്കണില്ല എന്നൊക്കെ വിചാരിക്കുക. അതേപോലെ തന്നെ കഠിനമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇത് ചെയ്യാറ്. 48 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. അത് സർവ്വ ഐശ്വര്യങ്ങൾക്കും ഇരിപ്പിടമാണ് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട അങ്ങനെ ചെയ്യണത്. ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഹോമം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ജാതകപ്രകാരമുള്ള ഗ്രഹപ്പഴകളൊക്കെ ഗണപതി ഹോമം വളരെ വിശേഷമാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ചൊവ്വാദോഷം പോലെ തന്നെയാണ് കേതു 7 നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ കേതുദശയാണെന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഗണപതിക്ക് ഇപ്പോൾ 6, 8, 12 കേതു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ചെയ്താൽ വളരെ ഗുണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അനവധി ഗുണങ്ങൾ ഗണപതി ഹോമം മുഖാന്തരം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒരു പ്രചോദനമാവും എന്ന് ഞാൻ ധരിക്കുന്നു. വിധിപ്രകാരം ചെയ്താൽ നല്ല അനുഭവമുണ്ട്. അതിന് യഥേഷ്ടം ആളുകളും അതിന് സാക്ഷികളാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇന്നത്തെ വീഡിയോ വളരെ അധികം പ്രയോജനകരമാവട്ടെ. ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരം അറിവുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റുള്ളവർക്ക് അത് എത്താൻ പ്രയോജനമാവും, അവർക്കത് മനസ്സിലാക്കാനൊക്കെ പ്രയോജനമാവും. അപ്പോൾ ഇത്തരം അറിവുകൾ വീണ്ടും നമ്മളുടെ ചാനലിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഇതിനോടകം 430ഓളം വീഡിയോകൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ജ്യോതിഷ ചർച്ചയാണ് പതിവ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ട്, ഒരു പ്രേക്ഷകൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് ഇന്ന് ഇത്തിരി വിശദമായിട്ട് ഇത് ചെയ്യാനുള്ളതായ കാരണം. അപ്പോൾ മറ്റുള്ളവരും അറിയട്ടെ എന്ന് അദ്ദേഹത്തിനൊരു സതുദ്ദേശമുണ്ട്, ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർ അറിയട്ടെ എന്നൊരു സതുദ്ദേശമുണ്ട്. സാധാരണ ആൾക്കാർ ഗണപതിക്കൊരു തേങ്ങ ഉടക്കിയാലോ അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം അമ്പലത്തിൽ 50 രൂപ കൊടുത്തിട്ട് ചെയ്യലോ മാത്രമേ പതിവുള്ളൂ. പക്ഷേ ഇത് ക്ഷേത്രത്തിൽ
എത്ര വിശദമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഉള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അറിവുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു കാര്യം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പ്രേക്ഷകരോട് സംവദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുഭവത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയണം. അപ്പോൾ ഇനി നമുക്ക് പ്രയോജനകരമായ മറ്റു വീഡിയോകൾ നമുക്ക് ഭാവിയിൽ ചെയ്യാം. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടാവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.